കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരും ലോറി ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളി. ബസ്സിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് തർക്കം തുടങ്ങിയത്. വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നു. രാഹുൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? അവിടങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ചെറിയ സമയ വ്യത്യാസത്തിലൊക്കെ മത്സരിച്ചോടുന്ന ഒരു പ്രവണത ഉണ്ടോ? അങ്ങനെ അതുമായി ബന്ധപ്പെട്ടായിരുന്നോ തർക്കവും കയ്യാങ്കളിയും? മൂത്തി, ഇത് നിരത്തുകളിലെ നിത്യ സംഭവം തന്നെയാണ്. അടുപ്പിച്ചടുപ്പിച്ച് സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ട് തന്നെയാണ്. ഇതിപ്പോൾ വടകരയിൽ നിന്ന് കൊയിലാണ്ടിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സാണ്. ലോറി ഉള്ളി കയറ്റി പോവുകയായിരുന്ന ലോറി, അതിലെ ജീവനക്കാർ തമ്മിലാണ് പരസ്പരം നടു റോഡിൽ വെച്ച് തമ്മിലടിച്ചത്. ബസ്സിലെ ജീവനക്കാർ ആദ്യം ലോറിയിലെ ക്ലീനറാണ് അടിച്ചത്. അതായത് ബസ്സിന് സൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ജീവനക്കാർ ഇറങ്ങുകയും ലോറിയിലെ ക്ലീനറെ ആദ്യം മർദ്ദിക്കുകയുമായിരുന്നു. പിന്നീട് പരസ്പരം അത് കയ്യാങ്കളിയിലേക്ക് മാറി. നാട്ടുകാർ ഇടപെട്ടു, പോലീസ് എത്തി. പരിക്കേറ്റ ജീവനക്കാരെ ഏതായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം പോലീസ് വന്ന് ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ബസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. നാട്ടുകാർ ഇടപെട്ടു, തടഞ്ഞു വെച്ചു. ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തി. പോലീസും എത്തി. പ്രശ്നങ്ങളൊക്കെ ഏതായാലും പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരത്തുകളിൽ ഈ വിധത്തിൽ ബസ്സിലെ ജീവനക്കാർ മറ്റു വാഹനത്തിലുള്ളവരൊക്കെയായി തർക്കവും അത് കയ്യാങ്കളിയിലേക്ക് പോകുന്നത് നിത്യസംഭവം എന്ന വണ്ണമാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ റൂട്ടിൽ. ശരി രാഹുൽ.